പലരുടെയും വിചാരം നമ്മൾ വയറ് കെട്ടുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ഈ വയറ് കെട്ടുന്നതും വയറ് കുറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ വയറ് കിട്ടുന്നതിന് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ കോർ മസിൽസ് ഭയങ്കര വീക്കായിരിക്കും. ഇപ്പം നമുക്കൊന്ന് കുഞ്ഞിൽ നിന്ന് ഈവൻ കുഞ്ഞിൻ്റെ ഒരു ഡയപ്പർ മാറ്റാനോ ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും. കാരണം അത്രയും നമ്മൾ വീക്ക് ആവുകയാണ്, കോർ മസിൽസ് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അമ്മയ്ക്ക് ആ ഒരു ഡെയിലി ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഈസിയർ ആക്കാൻ വേണ്ടി നമ്മൾ വയറ് കെട്ടുന്നുള്ളതാണ്. പക്ഷെ പലരും ഇത് വയറ് കുറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക്കലി ത്രൂ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ യൂട്രസിൻ്റെ സൈസ് കൂടുമല്ലോ. ഈവൻ ഒരു 500 ടൈംസ് വരെ യൂട്രസിന് എക്സ്പാൻഡ് ആവാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ആഫ്റ്റർ ഡെലിവറി ആദ്യത്തെ ഒരു ഫ്യൂ വീക്സിൽ ഈ യൂട്രസ് അതിൻ്റെ പ്രീ സ്റ്റേറ്റിൽ എങ്ങനെയാണോ അതുപോലെ അത് ചുരുങ്ങും. ഇൻവല്യൂഷൻ എന്ന് അതിന് പറയാം പ്രോസസ്സിന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആദ്യത്തെ ഫ്യൂ വീക്സിൽ ഈ യൂട്രസ് ചുരുങ്ങും. അപ്പോൾ അത് ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയറ് ചെറുതായിട്ട് കുറയും. അപ്പോൾ പലരും വിചാരിക്കുമോ ഞാൻ ഈ വയറ് കെട്ടി വെച്ചുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. പക്ഷെ വയറ് കെട്ടിയതല്ല, ഈ യൂട്രസ് സൈസ് കുറഞ്ഞത് കൊണ്ടാണ് അവിടെ വയർ ആക്ച്വലി ഒരു ചേഞ്ച് വരുന്നത്. ഈ ടമ്മി ടക്കർ കെട്ടുന്നതിൻ്റെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കോർ മസിൽസിനൊക്കെ ബാക്ക് മസിൽസിനൊക്കെ കുറച്ചൊരു സപ്പോർട്ട് കിട്ടും. അതിന് വേണ്ടി മാത്രമല്ല, അത് വയറും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനങ്ങനെ ബന്ധപ്പെടുത്തി കെട്ടി ഞാൻ ഓരോ തവണയും. പക്ഷെ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. ഈ കെട്ടിൽ ഒരു സുഖമില്ല. പ്രത്യേകിച്ച് ആ ടമ്മി ടക്കറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ശ്വാസം മുട്ടുമ്പോൾ ഞാൻ വയറ് കുറയട്ടെ. അതല്ലായിരുന്നു. എന്നാലും കോർ മസിൽസിന് ഹെൽപ്പ് ഉണ്ടായി കാണുമെന്ന് ഞാൻ വിചാരിക്കും.